മുതൽ മെയ് വരെ നടക്കുന്ന ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ വെച്ച് നടന്നു. ദേവസ്വം ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് KG അജയ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളും 31 അംഗരക്ഷാധികാരികളും ഇരിങ്ങാലക്കുട നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും കാട്ടൂർ, മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ഇരിങ്ങാലക്കുട മണ്ഡലം പരിധിയിലെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ അടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉത്സവത്തിന്റെ ജനറൽ കൺവീനറായി ദേവസ്വം ചെയർമാൻ CK ഗോപി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ ഉൾപ്പെടെ 251 അംഗ ഉത്സവാഘോഷ കമ്മിറ്റിയും രൂപീകരിച്ചു. സർക്കാരിന്റെയും കോടതികളുടെയും കർശനമായ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട്, ഓഡിറ്റ് വിഭാഗത്തിന്റെയും നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് സുതാര്യമായ രീതിയിൽ മുൻകാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നത് പോലെ ഉത്സവത്തിന്റെയും ഓഡിറ്റുകൾ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ ഭണ്ഡാരത്തിൽ നിന്ന് വരുന്ന വരവുകളും അതുപോലെ തന്നെ വഴിപാടുകളുമായിട്ട് വരുന്ന സംഖ്യയും ഉപയോഗിച്ച് ആഘോഷപരമായ രീതിയിൽ, ആർഭാടമായ രീതിയിൽ ഉത്സവങ്ങൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്നാണ് ഓഡിറ്റിംഗ് വിഭാഗത്തിന്റെ നിർദ്ദേശം നമുക്ക് ഓഡിറ്റിംഗിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സ്റ്റേജും അതുപോലെ തന്നെ 3000-ഓളം വരുന്ന കലാകാരന്മാർക്ക് നമ്മുടെ ദേശത്തെയും വിവിധ ജില്ലകളിലും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുള്ള ആളുകൾ വന്നു പോലും നമ്മുടെ ഉത്സവത്തിന് സാംസ്കാരിക പരിപാടികള്, കച്ചിപ്പൊടി, ഭരതനാട്യം, ശാസ്ത്രീയ സംഗീതങ്ങള്, അങ്ങനെ നിരവധി നാടൻ കലാരൂപങ്ങളും മറ്റു കലാരൂപങ്ങളും ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സംഖ്യയൊക്കെ നമ്മൾ ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ ശേഖരിച്ച് ഈ ഉത്സവം വളരെ മനോഹരമായി നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ദേവസ്വം ബോർഡുകളിൽ നിന്നും കോടതികളിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഉത്സവം